സുവിശേഷം എന്ന വാക്ക് നമ്മൾ നൂറുകണക്കിന് തവണ കേട്ടിട്ടുണ്ട്. സഭകളിൽ, യോഗങ്ങളിൽ, ക്രൂസൈഡുകളിൽ, സാക്ഷ്യങ്ങളിൽ, പ്രസംഗങ്ങളിൽ. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം എന്ന പദവും ഇംഗ്ലീഷിലെ ഗോസ്പൽ എന്ന വാക്കും പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. എബ്രായ ഭാഷയിലെ ബെശോറ, ഗ്രീക്കിലെ എവാങ്കെലിയോൻ, ലത്തീനിലെ ഇവാഞ്ചലിയം, പഴയ ഇംഗ്ലീഷിലെ ഗോഡ്സ്പെൽ എന്നിങ്ങനെ വിവിധ ഭാഷകളിലൂടെ അത് കടന്നു വന്നു. വിവിധ ഭാഷകളിലൂടെയും കാലഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ച ദൈവവചനമാകുന്ന ആ നല്ല വാർത്ത അഥവാ ഗുഡ് ന്യൂസ് എന്ന സുവിശേഷം ആധുനിക ഡിജിറ്റൽ സാങ്കേതിക മാധ്യമങ്ങൾ ഉൾപ്പെടെ വിവിധ തരത്തിൽ സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. സുവിശേഷം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് വെറും യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന സന്ദേശം മാത്രമാണോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും മാത്രമാണോ സുവിശേഷം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മനുഷ്യാഭിപ്രായങ്ങളിൽ നിന്നല്ല, വിശുദ്ധ ബൈബിളിൽ നിന്നാണ് നാം അന്വേഷിക്കുന്നത്. ഈ പുതിയ വീഡിയോ പരമ്പരയിൽ നാം സുവിശേഷത്തെ സംബന്ധിച്ച 10 പ്രധാന വിഷയങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, സുവിശേഷം എന്നാൽ എന്ത്? 2, സുവിശേഷം ആരെല്ലാം പ്രസംഗിച്ചു, ആരെല്ലാം പ്രസംഗിക്കണം, ആരെല്ലാം പ്രസംഗിക്കരുത്. 3, സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിച്ചു. 4, സുവിശേഷം പ്രസംഗിച്ചതിനാൽ വന്ന ഫലമെന്ത്, അഥവാ സുവിശേഷത്തിന്റെ ശക്തിയും ഫലവും എന്താണ്. 5, സുവിശേഷത്തിലൂടെ ആത്യന്തികമായി നേടുന്നത് എന്തെല്ലാം, അഥവാ സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. 6, സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എന്താണ് ദോഷം, അഥവാ സുവിശേഷം പ്രസംഗിക്കാതിരിക്കുന്നതിന്റെയും അനുസരിക്കാതിരിക്കുന്നതിന്റെയും ഭവിഷ്യത്ത് എന്താണ്. 7, സുവിശേഷം പ്രസംഗിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്ത്. 8, എന്തുകൊണ്ട് സുവിശേഷ പ്രസംഗത്തെ പലരും എതിർത്തു, എന്തുകൊണ്ട് പ്രസംഗിച്ചവരെ ഉപദ്രവിച്ചു. 9, സുവിശേഷം പല പേരിൽ നാം വായിക്കാറുണ്ട്. രാജ്യത്തിന്റെ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം എന്നിങ്ങനെ പലതരത്തിൽ വായിക്കാറുണ്ട്. ഇങ്ങനെ എത്ര തരത്തിൽ പറയുന്നുണ്ട്? ഇതെല്ലാം ഒന്നാണോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഇവയെല്ലാം വ്യത്യസ്തമാണോ അതോ ഒന്ന് തന്നെയാണോ? ഈ കാര്യമാണ് 9ാമത്തെ പോയിന്റായിട്ട് നാം പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത്. 10ാമത്തേത്, സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ എന്താണ് ദോഷം, അഥവാ സുവിശേഷത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണം അവന്റെ നിത്യതയെ എങ്ങനെ നിർണയിക്കുന്നു. ഈ 10 ചോദ്യങ്ങൾ ആണ് നാം തുടർന്നുള്ള എപ്പിസോഡുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ആദ്യ എപ്പിസോഡിൽ നാം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കുകയാണ്. സുവിശേഷം എന്നാൽ എന്ത്? നമ്മുടെ പാരമ്പര്യങ്ങളും അഭിപ്രായങ്ങളും അല്ല, ദൈവവചനമാണ് നമ്മുടെ മാനദണ്ഡം. അതിനാൽ തുറന്ന മനസ്സോടെയും തുറന്ന ബൈബിളോടെയും ഈ പഠനയാത്ര ആരംഭിക്കാം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത അഥവാ ഗുഡ് ന്യൂസ് എന്നാണ് നാം ആരംഭത്തിൽ കണ്ടത്. യേശുക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് ലഭിച്ച പാപമോചനത്തെയും നിത്യജീവനെയും കുറിച്ചുള്ള സന്ദേശമാണിത്. ദൈവപുത്രനായ യേശു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും 3ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കാതൽ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് മർക്കോസ് 1:1 അപ്പോസ്തലപ്രവൃത്തികൾ 11:20 വായിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് തന്റെ പ്രസംഗം എന്തായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അപ്പോസ്തലന്മാർക്കും മറ്റനേകർക്കും പ്രത്യക്ഷനായി എന്നതാണ് തന്റെ പ്രസംഗം എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനവും രക്ഷയും ലഭിക്കുന്ന വിവരം യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം വായിക്കുന്നു: എന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് വായിക്കുന്നു. വിശ്വാസത്താൽ പാപമോചനവും രക്ഷയും ലഭിക്കുന്ന വിവരമാണ് ഇവിടെ നാം കാണുന്നത്. ഈ ലോകത്തിലെ കർശനമായ നിയമങ്ങൾക്കോ വലിയ ജയിലുകൾക്കോ മനുഷ്യൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കോ ഒന്നും
ഒരു പാപിയുടെ ഹൃദയത്തെ മാറ്റി അവന് നിത്യരക്ഷ നൽകാൻ കഴിയില്ല. എന്നാൽ ആർക്കും നൽകാൻ കഴിയാത്ത ആ നിത്യരക്ഷയും രൂപാന്തരവും നൽകാൻ കഴിയുന്ന രക്ഷയ്ക്കായി ദൈവശക്തിയായ സുവിശേഷം എന്ന് റോമർ 1:16 നാം വായിക്കുന്നു. രക്ഷയ്ക്കായി ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശുക്രിസ്തു എന്നും വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ല എന്ന് പ്രവർത്തികൾ 4:12 യോഹന്നാൻ 14:6 വായിക്കുന്നു. സുവിശേഷത്തിന്റെ അടിസ്ഥാനം യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമാണെങ്കിലും അതിനോടുള്ള മനുഷ്യന്റെ പ്രതികരണവും തുടർ ജീവിതവും എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം എന്നീ കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തികൾ 2:38, 8:35, 37, യോഹന്നാന്റെ സുവിശേഷം 3:3, 5 എന്നീ വാക്യങ്ങളിൽ കാണുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന, വിശുദ്ധ ജീവിതവും വേർപാടും എന്നിങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും സുവിശേഷത്തിന്റെ അവിഭാജ്യ ഘടകമായി പ്രവൃത്തികളുടെ പുസ്തകം 2:40, 42 2 കൊരിന്ത്യർ 6:14, 17 വാക്യങ്ങളിലും വായിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത് വിശുദ്ധിയിലേക്കാണ് എന്ന് ബൈബിൾ 1 തെസ്സലോനിക്കർ 4:7, യാക്കോബ് 1:27, തീത്തോസ് 2:11, 12 എന്നീ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ സുവിശേഷം എന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ സന്ദേശം മാത്രമല്ല, ആ രക്ഷ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അപ്പോസ്തലിക ഉപദേശത്തിലും വിശുദ്ധിയിലുമുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു പുതിയ ജീവിത രീതി മുഴുവനായും അടങ്ങുന്നതാണ്. നമ്മൾ ഇതുവരെ ചിന്തിച്ചതുപോലെ സുവിശേഷം എന്നത് വേദവേദികളിൽ പ്രസംഗിക്കാനും കേൾക്കാനും മാത്രമുള്ള ഒരു വരണ്ട സിദ്ധാന്തമോ ആശയമോ അല്ല, മറിച്ച് അത് മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി അഥവാ സമൂലം രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ജീവനുള്ള ശക്തിയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉറപ്പിച്ചു പറയുന്നത് പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നു. അതെ, ഏതൊരു വ്യക്തിയാണോ ഈ സുവിശേഷം കേട്ട് അതിനോട് പ്രതികരിച്ച് ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നത്, അവിടെ ഒരു മഹാത്ഭുതം നടക്കുകയാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ലൗകികതയുടെ വഞ്ചനകളിൽ നിന്നും ഒരു മനുഷ്യനെ വിടുവിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ദൈവത്തോടും ദൈവമക്കളോടുമുള്ള കൂട്ടായ്മയിൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനും നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കാനും പ്രാപ്തനാക്കുന്നത് ഈ സുവിശേഷമാണ്. സുവിശേഷം കേവലം നമ്മുടെ ചെവിയിൽ മാത്രം എത്തേണ്ട ഒരു വാർത്തയല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നേണ്ട സത്യമാണ്. കേട്ടതുകൊണ്ട് മാത്രം മതിയാകില്ല, വിശ്വസിക്കണം. വിശ്വസിച്ചതുകൊണ്ട് മാത്രം മതിയാകില്ല, അനുസരിക്കണം. അതനുസരിച്ച് ജീവിക്കണം. സുവിശേഷം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് അതിന്റെ ശക്തി ലോകം കാണുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മുടെ കേൾവിയിൽ മാത്രം ഒതുങ്ങാതെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായി മാറട്ടെ. നമ്മുടെ ഈ പരമ്പരയുടെ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാന വിഷയമാണ്. സുവിശേഷം ആരെല്ലാം പ്രസംഗിച്ചു, ആരെല്ലാം പ്രസംഗിക്കണം, ആരെല്ലാം പ്രസംഗിക്കരുത്. തീർച്ചയായും ആ എപ്പിസോഡും കണ്ട് മനസ്സിലാക്കുക. ദൈവവചനത്തിലെ സത്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ ഈ വീഡിയോ മറ്റുള്ളവർക്കായി പങ്കുവെക്കുക. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നന്ദി.